വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സിറ്റി മലയാളം. ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ മത്സരമായിരുന്നു. ബ്ലാസ്റ്റേഴ്സിനെ ഏകപക്ഷീയമായ 3-4 ഗോളുകൾക്ക് തോറ്റു. ഇൻട്രസ്റ്റിംഗ് മാച്ച് തന്നെയായിരുന്നു ഇന്നലെ നടന്നത്. ഗോൾ മഴ പെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു കംബാക്കൊക്കെ നടത്തി, പക്ഷെങ്കിൽ തോൽവി നേരിടേണ്ടി വന്നു. പൂർണ്ണമായും ഡിഫൻസിൻ്റെ പിഴവ് തന്നെയാണ്. ലെസ്കോവിച്ചിനെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ഡിഫൻസിൻ്റെ പ്രശ്നം മൂലം തന്നെയാണ് ഇന്നലെ 3 ഗോളുകളും വഴങ്ങിയെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 4 ഗോളുകളും വഴങ്ങിയെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ദീപക് താങ്കരിയുടെ മൂന്നാമത്തെ ഹെഡർ ഗോളാണെങ്കിൽ താരത്തിന് ആരും മാർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല അവിടെ. അതുപോലെ തന്നെ ഒന്നാമത്തെ ഗോള് ഡിഫൻസ് മൊത്തം അങ്ങ് കയറി പോവാണ് ഒരു ബോൾ പോകുമ്പോൾ. അതുപോലെ തന്നെ 4ാമത്തെ ഗോളും ഡിഫൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സംഭവിച്ചതാണ്. ഇന്നലെ ലെസ്കോവിച്ചിനെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയത് എത്രയോ നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഒരു 5-6 ഗോളുകൾക്ക് തോൽക്കേണ്ടിയിരുന്നതായിരുന്നു. കാരണം അതിനുശേഷം നടന്ന അറ്റംപ്റ്റുകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്രത്തോളം ഗോളാവേണ്ട ചാൻസുകളായിരുന്നു രണ്ടും. അതുകൊണ്ട് തന്നെ ലെസ്കോവിച്ച് ഇറങ്ങിയത് അത്രത്തോളം ടീമിന് ഗുണം ചെയ്തു. ബ്ലാസ്റ്റേഴ്സ് അവസാന നിമിഷം 98ാം മിനിറ്റിൽ ആഡ് ഓൺ ടൈമിൽ എക്സ്ട്രാ ടൈമിൽ ദിമിത്രിയോസിലൂടെ ഒരു ഹെഡർ ഗോളിലൂടെ തിരിച്ചു വരാൻ ശ്രമിച്ചെങ്കിൽ കൂടി അപ്പോഴേക്കും സമയം അവസാനിച്ചിരുന്നു. 3-4 എന്ന സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. എടുത്തു പറയുന്നത് ഡിഫൻസിൻ്റെ പിഴവ് തന്നെയായിരുന്നു. ബാക്കിയെല്ലാം റെഡിയായിരുന്നു, അത്യാവശ്യം സെറ്റായിരുന്നു. ഡിഫൻസിൽ ലെസ്കോവിച്ച് മാത്രമാണ് കളിച്ചത്. ഗോൾ കീപ്പർ കരഞ്ജിത്തും നല്ല രീതിയിൽ കളിച്ചു. അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ രാഹുൽ KP, അസർ ഗംഭീരമായി കളിച്ചു എന്നതാണ്. അതുപോലെ തന്നെ സ്ട്രൈക്കറിലേക്ക് വരുമ്പോൾ ദിമിത്രിയോസും നല്ല രീതിയിൽ കളിച്ചു. ദിമിത്രിയോസ് ആണ് ഇപ്പോൾ ഗോൾഡൻ ബൂട്ടിൽ 1ാം സ്ഥാനത്തുള്ളത്. റോയ് കൃഷ്ണനെ മറികടന്ന് 1ാം സ്ഥാനത്ത് ദിമിത്രിയോസ് എത്തിയിട്ടുണ്ട്. ഫെഡറോ ചിർനിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫെഡറോ ചിർനിച്ചിൽ നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത മാതിരിയുള്ള കളിയൊന്നും ഇപ്പോൾ അദ്ദേഹം കളിക്കുന്നില്ല. അദ്ദേഹത്തിനെ ഓസ്ട്രേലിയൻ ദേശീയ ടീമിൽ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. അതുകൊണ്ട് തന്നെ താരം അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ ഉടനെ തന്നെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിട്ട് സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കാൻ പോകുന്നതായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്തതായി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരാൻ പോകുന്നത് ഇനി മാർച്ച് 30-നാണ്. ജംഷഡ്പൂർ FCക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് മത്സരം വരാൻ പോകുന്നത്. ബ്ലാസ്റ്റേഴ്സിന് ഇനി ഒരു വിജയവും സമനിലയും കൈവരിക്കാൻ സാധിച്ചാലാണ് ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ 29 പോയിൻ്റാണ്, 33 പോയിൻ്റ് വേണം പ്ലേ ഓഫ് ക്വാളിഫൈ ആവാൻ. അതുകൊണ്ട് തന്നെ ജംഷഡ്പൂരുമായിട്ടുള്ള മത്സരം വിജയിക്കുകയും അടുത്ത മത്സരം സമനിലയാകുകയും വേണം. അതായത് ജംഷഡ്പൂർ വിജയിക്കുകയും അടുത്ത മത്സരമായി ഈസ്റ്റ്. ഏതായാലും അതിനിർണായകമായ മത്സരങ്ങളാണ് ഇനി ബ്ലാസ്റ്റേഴ്സിന് വരാനിരിക്കുന്നത്. കണ്ടു തന്നെ അറിയാം ബ്ലാസ്റ്റേഴ്സിന് എന്ത് സംഭവിക്കുമെന്ന്. ജയിക്കേണ്ട മത്സരമായിരുന്നു ഇന്നലെ. സെക്കൻഡ് ഹാഫിൽ ഒരു കംബാക്കൊക്കെ നടത്തിയതാണ്, പ്രതീക്ഷ നൽകി. എന്നാൽ എൻ്റെ ഒരു നിഗമനം വെച്ച് ഡിഫൻസിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമായിരുന്നു ഇന്നലത്തെ തോൽവി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വീഡിയോ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ തൊട്ട് ലൈക്ക് ചെയ്യാൻ പറയണ്ട. താങ്ക്സ്.